നമസ്കാരം. 140 മിഡ് ഡേ ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യമായി പ്രധാന വാർത്തകൾ. അന്താരാഷ്ട്ര ചലച്ചിത്രമേള തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് മാറ്റാൻ സർക്കാർ നീക്കമെന്ന സൂചന. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് വെള്ളാപ്പള്ളി നടേശനെതിരെ ആദ്യ കുറ്റപത്രത്തിന് വിജിലൻസ് അനുമതി. വിമാനം താഴ്ന്നു പറന്ന് വീടിന്റെ മേൽക്കൂര തകർന്നു. സിയാലിന്റെ തുച്ഛമായ നഷ്ടപരിഹാരത്തിനെതിരെ വീട്ടുടമസ്ഥൻ. കണ്ണൂർ പള്ളി സെമിത്തേരി കല്ലറയിലെ ദുരൂഹത അന്വേഷണം ഊർജിതമാക്കി പോലീസ്. നീറ്റ് പുനഃപരീക്ഷ നാളെ. കനത്ത സുരക്ഷയൊരുക്കി NDA. ഡൽഹിയിൽ നിന്ന് CJP പ്രതിഷേധം. അന്താരാഷ്ട്ര ചലച്ചിത്രമേള തിരുവനന്തപുരത്തേക്ക് നിന്ന് കൊച്ചിയിലേക്ക് മാറ്റാൻ സർക്കാർ നീക്കമെന്ന സൂചന. 3 പതിറ്റാണ്ടായി തിരുവനന്തപുരം വേദിയാകുന്ന അന്താരാഷ്ട്ര ചലച്ചിത്രമേള കൊച്ചിയിലേക്ക് മാറ്റാൻ സർക്കാർ ഒരുങ്ങുന്നതായി ബജറ്റിൽ സൂചന. കൊച്ചിയിൽ 100 കോടി രൂപ ചെലവിൽ JC ഡാനിയേൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി സ്ഥാപിക്കുമെന്ന പ്രഖ്യാപനമാണ് പുതിയ ചർച്ചകൾക്ക് വഴിവെച്ചത്. മേളയുടെ സ്ഥിരം വേദി മാറ്റുന്നത് രാജ്യാന്തര തലത്തിലുള്ള FIAP അക്രഡിഷൻ നഷ്ടപ്പെടാൻ കാരണമായേക്കുമെന്ന് ചലച്ചിത്ര പ്രേമികൾ ചൂണ്ടിക്കാട്ടുന്നു. നീക്കത്തിനെതിരെ തലസ്ഥാനത്തെ സാംസ്കാരിക സാമൂഹ്യ മാധ്യമ കൂട്ടായ്മകളും ജനപ്രതിനിധികളും ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ടാഗോർ തിയേറ്റർ ഉൾപ്പെടെ തിരുവനന്തപുരം നൽകുന്ന സവിശേഷമായ അന്തരീക്ഷം മറ്റൊരു നഗരത്തിലും പുനഃസൃഷ്ടിക്കാൻ കഴിയില്ലെന്നാണ് സിനിമാ ആസ്വാദകരുടെ നിലപാട്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് വെള്ളാപ്പള്ളി നടേശനെതിരെ ആദ്യ കുറ്റപത്രത്തിന് വിജിലൻസ് അനുമതി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ ആദ്യ കുറ്റപത്രത്തിന് വിജിലൻസ് ഡയറക്ടർ അംഗീകാരം നൽകി. 2014 വയനാട് യൂണിയൻ 10 ലക്ഷം രൂപ നൽകിയതിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ടാണ് ഈ ആദ്യ കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. വിജിലൻസ് ഈ വിവരം ഹൈക്കോടതിയെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട്. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയതിനാൽ കേസിൽ വിചാരണ ആരംഭിക്കാൻ ഈ സർക്കാരിന്റെ പ്രോസിക്യൂഷൻ അനുമതി കൂടി ആവശ്യമാണ്. കേസ് അന്വേഷണത്തിലെ പുരോഗതിയില്ലാത്തതിൽ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അന്വേഷണ ഉദ്യോഗസ്ഥരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. വിമാനം താഴ്ന്നു പറന്ന വീടിന്റെ മേൽക്കൂര തകർന്നു. സിയാലിന്റെ തുച്ഛമായ നഷ്ടപരിഹാരത്തിനെതിരെ വീട്ടുടമസ്ഥൻ. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം വിമാനം താഴ്ന്നു പറന്ന് വീടിന്റെ മേൽക്കൂര തകർന്ന സംഭവത്തിൽ അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചില്ലെന്ന് ആരോപിച്ച് വീട്ടുടമസ്ഥനായ സൈമൺ രംഗത്ത്. മേൽക്കൂര തകർന്നതുമായി ബന്ധപ്പെട്ട് ഏകദേശം 3,20,000 രൂപയുടെ വൻ നഷ്ടമാണ് സൈമൺ കണക്കാക്കിയിട്ടുള്ളത്. എന്നാൽ ഇതിന് പകരമായി വെറും 50,000 രൂപ മാത്രമാണ് സിയാൽ അധികൃതർ നിലവിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. അപകടമുണ്ടാക്കിയത് ഒരു വിദേശ വിമാനമാണെന്നും അതിനാൽ തുടർ നടപടികൾക്ക് കൂടുതൽ സമയമെടുക്കുമെന്നാണ് സാങ്കേതിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി സിയാൽ നൽകുന്ന വിശദീകരണം. വിമാനത്താവളത്തിന് തൊട്ടടുത്ത് താമസിക്കുന്ന തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുവാനും അർഹമായ നഷ്ടപരിഹാരം ലഭ്യമാക്കാനും സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കുടുംബം ആവശ്യപ്പെടുന്നു. കണ്ണൂർ പള്ളി സെമിത്തേരി കല്ലറയിലെ ദുരൂഹത അന്വേഷണം ഊർജിതമാക്കി പോലീസ്. കണ്ണൂർ വാണിയപ്പാറ ഇൻഫന്റ് ജീസസ് പള്ളി സെമിത്തേരിയിലെ കല്ലറയ്ക്കുള്ളിൽ കണ്ടെത്തിയ ദുരൂഹ സാഹചര്യത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. 2006-ലും 2015-ലും അടക്കം ചെയ്ത 2 പേരുടെ ശരീര അവശിഷ്ടങ്ങളാണ് ഈ 38-ാം നമ്പർ കല്ലറയിൽ ഉള്ളതെന്നാണ് പ്രാഥമിക നിഗമനം. ആദ്യത്തെ ശരീരാവശിഷ്ടം മാറാതെ രണ്ടാമത്തെ മൃതദേഹം എങ്ങനെ ഇവിടെ അടക്കം ചെയ്തു എന്നതിനെ ചൊല്ലി വലിയ ദുരൂഹതയും സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കല്ലറയ്ക്കുള്ളിൽ കണ്ടെത്തിയ പ്ലാസ്റ്റിക് പായ 2006-ൽ മരിച്ച റോസമ്മയുടെ ശവപ്പെട്ടിയോടൊപ്പം ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് സംശയിക്കുന്നു. ഈ വസ്തുതകൾ കൃത്യമായി സ്ഥിരീകരിക്കുന്നതിനായി മരിച്ചവരുടെ ബന്ധുക്കളെ വിളിച്ചു വരുത്തുവാനും പള്ളി ഭാരവാഹികളുടെ മൊഴി രേഖപ്പെടുത്താനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. നീറ്റ് പുനഃപരീക്ഷ നാളെ. കനത്ത സുരക്ഷയൊരുക്കി NDA. ഡൽഹിയിൽ ഇന്ന് CJP പ്രതിഷേധം. നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്കായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും പുതിയ മാർഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. പരീക്ഷാ സംബന്ധമായ ഔദ്യോഗിക സന്ദേശങ്ങൾ 7827980287 എന്ന വെരിഫൈഡ് വാട്സ്ആപ്പ് നമ്പറിലൂടെ മാത്രമായിരിക്കും
ഉദ്യോഗാർത്ഥികൾക്ക് ലഭിക്കുകയെന്ന് NDA വ്യക്തമാക്കി. ഈ നമ്പറിലേക്ക് വിദ്യാർത്ഥികൾക്ക് തിരികെ സന്ദേശങ്ങൾ അയക്കാൻ സാധിക്കില്ലെന്നും വ്യക്തിഗത വിവരങ്ങളോ OTP പണമോ ആവശ്യപ്പെടില്ലെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. പരീക്ഷാ സുതാര്യത ഉറപ്പാക്കാൻ കർശന നടപടികൾ തുടരുന്നതിനിടയിലും കേന്ദ്രമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് CJPയുടെ നേതൃത്വത്തിൽ ഇന്ന് ഡൽഹിയിൽ വൻ പ്രതിഷേധം അരങ്ങേറും. ചോദ്യപേപ്പർ സംബന്ധിച്ച യാതൊരുവിധ വ്യാജ സന്ദേശങ്ങളിലും ഉദ്യോഗാർത്ഥികൾ വഞ്ചിതരാകരുതെന്നും NDA കർശന മുന്നറിയിപ്പ് നൽകി.